നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പണത്തിന് ആവശ്യമുള്ള ഒരാള് ശത്രുപക്ഷത്തുള്ളത് എപ്പോഴും നല്ലതാ. ഒരു ഇരയാണവൻ. അപ്പൊ അടുത്ത ഇര നിഖിൽ. ഗൗതം, ദാ കോഫി. അറോച്ചേക്ക്. എന്റെ എന്തെങ്കിലും സഹായം വേണോ ഗൗതം? ഏയ് വേണ്ട, നീ കിടന്നോ. ഇത് എപ്പോഴത്തേക്ക് പ്രിപ്പയർ ചെയ്ത് കഴിയും? അതൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോ നേരം വിളിക്കും. നീ കിടന്നോ. ഒരു ടെൻഡർ പ്രിപ്പയർ ചെയ്യുന്നെന്ന് കരുതി ഭാര്യ ഗൗനിക്കാതിരിക്കേണ്ട ഒരു കാര്യമില്ല. ഈ പാതിരാത്രിയിൽ പോയി കോഫി ഇട്ടുകൊണ്ട് വന്നു. എന്നാൽ അതൊന്ന് കൈനീട്ടി വാങ്ങിച്ചോ? അതില്ല. എന്തെങ്കിലും സഹായം വേണോന്ന് ചോദിച്ചു. വേണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കി പറയാലോ. എപ്പോ കഴിയുമെന്ന് ചോദിച്ചപ്പോ സ്നേഹമുള്ള ഭർത്താവാണെങ്കിൽ നേരം വെളുക്കുമെന്നും അതുവരെ നീ എന്റെ കൂടെ ഇരിക്കൂന്നല്ലേ പറയാ. ഇതൊന്നുമല്ല, നീ പോയി കിടന്നോ, എനിക്ക് വേറെ പണിയുണ്ടെന്ന്. എന്റെ വിഷമൊക്കെ ഞാൻ ആരോട് പറയാനാ? ചിരിക്കണ്ട, സത്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്താ? കോഫിക്ക് നല്ല ടേസ്റ്റ്. കുടിച്ചു നോക്കുന്നോ? വേണ്ട, സോപ്പ് ഇടണ്ട. എണങ്ങല്ലേ മുത്തേ. ഒന്ന് സിപ്പെങ്കിലും ചെയ്യേ. കുടിക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. പാറുണ്ടാക്കി തന്നാണോ? ഓ പിന്നെ, ഈ സമയത്ത് പാറു വന്ന് അടുക്കള നിൽക്കല്ലേ. എല്ലാത്തിനും ഇങ്ങനെ പിണങ്ങാൻ നിൽക്കല്ലേ. ഈ ടെൻഡർ നമുക്ക് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നിനക്കും അറിയാവുന്നല്ലേ. എന്ന് കരുതി എന്റെ മുഖത്ത് പോലും നോക്കാതെ ഇങ്ങനെ കൂനി കൂടിയിരുന്ന് ടെൻഡർ പ്രിപ്പയർ ചെയ്യണോ? ഓഫീസിലെ വലിയ വലിയ എഞ്ചിനീയേഴ്സിനെയും ബിസിനസ് അഡ്മിനിസ്ട്രേറ്റർമാരെയും ഏൽപ്പിക്കാതെ ഞാൻ തന്നെ നേരിട്ട് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയൂ നിനക്ക്. ഒരു കാരണവശാലും ഒരു പാളിച്ച ഉണ്ടാവരുത് നമുക്ക്. ഈ ടെൻഡർ നേടുമെന്ന് CK ചന്ദ്രബോസ് നേരിട്ട് വന്ന് വെല്ലുവിളിച്ചിട്ട് പോയതാ. അതുകൊണ്ട് തന്നെ ഇത് നേടിയെടുക്കാൻ അയാൾ സകല കളികളും കളിക്കും. അതിലൊന്നിലും നമ്മൾ അടിപതറി പോകരുത്. കോടികളുടെ പ്രോജക്റ്റായത്. അപ്പൊ പിന്നെ നിന്റെ നേർക്ക് പോലും എന്റെ ശ്രദ്ധയൊന്നും പാളാൻ പാടില്ല നിധി. ഈ രാത്രി കൊണ്ട് ഈ ടെൻഡർ പൂർത്തിയാക്കി നാളെ ഒരു അവസാനവട്ട ക്രോസ് ചെക്കിംഗ് കൂടി കഴിഞ്ഞാൽ ഇതിനെ കവറിലാക്കി സീൽ ചെയ്ത് മാറ്റണം. അതുവരെ എനിക്ക് ടെൻഷനാണ് നിധി. എന്റെ ഗൗതം എന്തിനാ ടെൻഷനാവുന്നേ? ഗൗതമിന് എങ്ങും പിഴക്കില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. ഈ പ്രോജക്റ്റ് നമ്മൾ തന്നെ നേടും, എനിക്ക് ഉറപ്പുണ്ട്. എന്റെ ഭാഗ്യചിഹ്നമായിട്ട് നീ എന്റെ കൂടെ ഉള്ളപ്പോ പേടിയില്ല എനിക്ക്. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ചെന്ന് ജോലി ചെയ്യ. ഉറങ്ങാതെ ഞാനിവിടെ കാവലിരുന്നോളാം. ചെല്ല ഗൗതം.
എന്റെ ഭഗവതി, ഈ ടെൻഡർ എന്റെ ഗൗതമിന് തന്നെ കിട്ടണേ. ആഹാ, നീ ഇതുവരെ ഉറങ്ങിയില്ലായിരുന്നോ? ഞാൻ ഓരോന്ന് ആലോചിച്ച് കിടന്നിട്ട് ഒരു വിധത്തിൽ ഉറക്കം വരുന്നില്ല. ഞാനിപ്പോ ഫോൺ എടുത്ത് നോക്കിയപ്പോ ആന്റി ഓൺലൈൻ കണ്ടു. അപ്പൊ എനിക്ക് ഉറങ്ങിയിട്ടില്ലെന്ന് മനസ്സിലായി. അതെങ്ങോട്ട് വന്നേ? എനിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. അതാ ഉറക്കൊഴിഞ്ഞിരുന്നത്. അല്ല, നിന്റെ പ്രശ്നം എന്താ? ആന്റി തന്നെ എന്റെ പ്രശ്നം. ഞാനോ? പിന്നല്ലാതെ. നേരത്തൊക്കെ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന്റെ കാര്യകാരണങ്ങളും ഉദ്ദേശവും ഒക്കെ ആന്റി എന്നോട് കൃത്യമായിട്ട് പറയുമായിരുന്നു. ഇപ്പൊ ആന്റി എന്നോട് എന്തോ മറക്കുന്ന പോലൊരു തോന്നൽ. ചോദിക്കുന്നതുകൊണ്ട് ആന്റിക്ക് വേറെ ഒന്നും തോന്നരുത്. എന്നെ എന്തെങ്കിലും സംശയമുണ്ടോ ആന്റിക്ക്? സംശയോ? എന്തിന്? ഇനിയിപ്പൊ നിന്നെ എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ അത് തോന്നുന്ന നിമിഷം ഞാൻ നിന്നെ ഒഴിവാക്കുമായിരുന്നു. എന്നിട്ടും ആന്റി എന്താ പലതും ഇപ്പോഴും എന്നോട് തുറന്നു പറയാത്തെ? എന്ത് തുറന്നു പറഞ്ഞില്ല എന്നാ ശിവാനി? ഇപ്പൊ തന്നെ ആ നിഖിലിന്റെ കാര്യം എടുത്തേ. അവന്റെ പഠിപ്പിന് വേണ്ട പണം നിധി കൊടുക്കാതിരിക്കാനുള്ള പണിയൊക്കെ ആന്റി തന്നെ ചെയ്തു. എന്നിട്ടോ ആന്റി തന്നെ പറയുന്നു അവനെ പഠിപ്പിക്കണോന്ന്. സത്യത്തില് എന്താ ആന്റി ഉദ്ദേശിക്കുന്നേ? അതിന്റെ കാരണം ഞാൻ അപ്പൊ തന്നെ പറഞ്ഞല്ലോ. ഏതൊരു മനുഷ്യനെയും നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ്. ഒന്ന്, അയാള് സ്നേഹം ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ. രണ്ട്, പണത്തിന് ആവശ്യമുള്ള ആളാണെങ്കിൽ. നിഖിൽ പണത്തിന് ആവശ്യമുള്ളവനാണ്. അതുകൊണ്ട് അവനെ നമുക്ക് ഉപയോഗപ്പെടും. ശരി, ഓക്കെ. അത് പക്ഷെ എന്ത് ഉപയോഗത്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നേ? അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരാം. ഇത് തന്നെ ഞാൻ പറയുന്നേ. ആന്റി ഇപ്പൊ എന്നോടൊന്നും പറയുന്നില്ലെന്ന്. നിന്റെ ഈ പിണക്കം മാറാനായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. പ്രധാനപ്പെട്ട കാര്യോ? അതെന്താ? ഗൗതം ഇപ്പൊ അവന്റെ മുറിയിലിരുന്ന് ജപ്പാൻ കമ്പനിക്ക് വേണ്ടിയുള്ള കൊട്ടേഷൻ തയ്യാറാക്കുക. മിടുക്കനല്ലേ ഗൗതം? ആ ടെൻഡർ ഈശ്വരമംഗലം ഗ്രൂപ്പിന് തന്നെ കിട്ടും. അവിടെയാണ് നിനക്ക് തെറ്റിയത്. ജപ്പാൻ കമ്പനിയുടെ ആ ടെൻഡർ ഈശ്വരമംഗലം ഗ്രൂപ്പിന് കിട്ടാനേ പോകുന്നില്ല. ഇത്ര കൃത്യമായിട്ട് ഞാനിതെങ്ങനെ പറയുന്നു എന്നല്ലേ നീ ചിന്തിക്കുന്നത്? എനിക്കറിയാത്. കാരണം ഈശ്വരമംഗലം ഗ്രൂപ്പിന് വേണ്ടി ആ തോൽവി ഞാൻ ഇരന്ന് വാങ്ങാൻ പോവാ. ആന്റി എന്താ ഉദ്ദേശിക്കുന്നേ? ഇനി നമുക്ക് ജയിക്കാൻ നമ്മുടെ മുന്നിലെ ഒരേ ഒരു വഴിയാണിത്. അതുകൂടെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ. ഈശ്വരമംഗലം ഗ്രൂപ്പ് തോറ്റുപോയാലും വേണ്ടില്ല, ആ ടെൻഡർ കിട്ടാതിരിക്കാനുള്ള എല്ലാ കളികളും ഞാൻ കളിക്കും. ആന്റി വിചാരിച്ച അതൊന്നും വലിയ അധ്വാനമില്ലാതെ സാധിക്കാൻ പറ്റും. ഈസി ആയിട്ടുള്ള കാര്യമല്ലേ അത്? ഗൗതം ടെൻഡർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാ അത് എന്തായാലും ചെയർമാനായ ആന്റിയെ കാണിക്കാതിരിക്കില്ല. ആ ടെൻഡർ എതിർപക്ഷത്തുള്ള ഏതെങ്കിലും ഒരു കമ്പനിക്ക് ചോർത്തി കൊടുത്താ അതോടെ കഴിഞ്ഞില്ലേ പരിപാടി? ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് തോറ്റു. നിന്റെ ഐഡിയ കൊള്ളാം, പക്ഷേ കുറച്ച് സിമ്പിൾ ആയിപ്പോയി. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ശിവാനി നീ കാത്തിരുന്ന് കണ്ടോ. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഇപ്പൊ നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചെല്ല് ശിവാനി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അമ്മേ, പാറു, വന്നോ? ആഹാ, നിങ്ങൾ പോകാൻ റെഡി ആയി കഴിഞ്ഞോ? ആ, ഇപ്പൊ തന്നെ നേരെ ഒരുപാട് വൈകി. ഞാനൊന്ന് ഉറങ്ങിപ്പോയി. നിധിയാണെങ്കിൽ എന്നെ വിളിച്ചതുമില്ല. ആഹാ, ഗൗതം കിടന്നത് ഇന്ന് രാവിലെ 4 മണി കഴിഞ്ഞിട്ടാ. കുറച്ചു നേരം ഉറങ്ങിക്കോട്ടെ എന്ന് ഞാൻ കരുതി. 4 മണി വരെ നീ എന്തെടുക്കായിരുന്നടാ മോനെ? ഒറ്റ ഇരിപ്പിലിരുന്ന് ജപ്പാൻ കമ്പനിയുടെ ടെൻഡർ അങ്ങ് പൂർത്തിയാക്കി. കോടിക്കണക്കിനുള്ള ടെൻഡറാണ് ഈ ഫയലിനുള്ളിൽ ഞാൻ ഭദ്രമാക്കി വെച്ചത്. അമ്മേ, ആ ടെൻഡർ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അമ്മ എപ്പോഴാണ് ഓഫീസിലേക്ക് വരുന്നത്? എനിക്ക് പുറത്തൊന്ന് രണ്ട് കാര്യങ്ങളുണ്ട്.
പിന്നെ ശിവാനിയും കൊണ്ടൊന്ന് പോണം. അത് കഴിഞ്ഞ് ഞാൻ എത്തിക്കോളാം. അയ്യോ അത് പറ്റില്ല എന്റെ. ഇന്ന് തന്നെ ടെൻഡർ സബ്മിറ്റ് ചെയ്യാനുള്ളതല്ലേ? ടെൻഡർ സബ്മിറ്റ് ചെയ്യുന്നതിന് ഞാൻ എന്തിനാ? ആ അത് നല്ല ചോദ്യമായിപ്പോയി. അമ്മ വേണ്ട ഇതൊന്ന് നോക്കി ഫൈനൽ ചെയ്യാൻ. അത് ശരിയാ. ആന്റി ഒന്ന് നോക്കിയാ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. എന്റെ മോന് തെറ്റ് പറ്റില്ല, അതിലെനിക്ക് 100% ഉറപ്പുണ്ട്. കണക്കിന്റെ കാര്യത്തിൽ മാത്രമല്ല, തന്ത്രശാലിയാണ് എന്റെ ഗൗതം. എതിരാളികളെ എവിടെ തളയ്ക്കാൻ പറ്റുമെന്ന് നോക്കി തന്നെ ആയിരിക്കും ഇവൻ ഈ ടെൻഡർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതൊക്കെ ശരി തന്നെയാണ്. എന്നാലും വസു കൂടി ഒന്ന് നോക്കിയാൽ നമുക്കതങ്ങ് ഉറപ്പിക്കാലോ. അത് വാങ്ങിയൊന്ന് നോക്കുന്നതിന് എന്താ വസു കുഴപ്പം? ഒരു പെശകുമില്ലെന്ന് ഉറപ്പുവരുത്തിയ അത്രയും നല്ലതല്ലേ? അതിന് മിടിക്കായ എന്റെ മരുമോളുണ്ടല്ലോ അവിടെ.